നോമ്പിനെ മസ്റ്റായിട്ടും ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വറ്റിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കട്ടോ. ഇനി കൂടുതലുണ്ടെങ്കിൽ ലെയറായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ബാക്കി വരുന്ന പാല് മൊത്തം ഞാൻ 1/2 ലിറ്റർ പാലാട്ടോ എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഇല്ലേ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് സ്ട്രോബെറി കസ്റ്റേർഡ് പൗഡർ ആട്ടോ, അതിലേക്ക് ഒരു കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ട്. ആവശ്യത്തിനുള്ള നട്ട്സും കൂടി ഇട്ടിട്ടേ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. മുകളിലെ കുറച്ച് പാൽപ്പൊടിയോ അല്ലെങ്കിൽ നട്ട്സോ എന്ത് വേണമെങ്കിലും വിതറി കൊടുക്കുക കേട്ടോ. നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് പാൽപ്പൊടി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ്. ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഞാനല്ലേ ട്രൈ ചെയ്യുന്നത്, ഇന്ന് മോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടല്ലേ അലിഞ്ഞിങ്ങനെ നമ്മൾ തന്നെ ഇല്ലാതായി പോകട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ട്രൈ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.